നമസ്കാരം. ഇന്ന് മഹാശനി പ്രദോഷമാണ്. ഇന്ന് മഹാദേവന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. ഇന്നേ ദിവസം ശിവപാർവതിമാരെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. ഇന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഈ വീഡിയോയിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ഈ തന്നിരിക്കുന്നതായ 2 ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനായി നൽകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ശിവചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ശത്രുക്കൾ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അസൂയാലും മറ്റ് കാരണങ്ങളാലും ജീവിതത്തിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലരെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നതാണ് വാസ്തവം. എന്നാൽ ഇവർ മൂലമുള്ള കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കുടുംബ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അത് പരിഹരിക്കുവാനുള്ള വഴികൾ ഭഗവാനായി തന്നെ നൽകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. സാമ്പത്തിക പ്രശ്നങ്ങൾ, ദുരിതങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം പരാധീനതകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദുഃഖങ്ങൾ പലരും പുറമെ കാണിക്കാതെ പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്നതായ ആ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ജീവിതത്തിൽ അതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈശ്വര വിശ്വാസം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഈശ്വര വിശ്വാസം അവസാനം വരെ മുറുക്കി പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം നിറയുകയും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുവാനും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തിരിച്ചടികൾ നേരിട്ടാൽ പോലും അത് തരണം ചെയ്യാനും അത് നിങ്ങളെ കാര്യമായി ബാധിക്കാതെ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ നിങ്ങൾ ഒരുക്കും. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നോർക്കുക. സ്വപ്നം കാണുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ സ്വപ്നത്തിൽ കണ്ട പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിൽ ചില കാര്യങ്ങളെങ്കിലും നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയോടെയും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കാൻ പോലും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എപ്പോഴും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കുറ്റപ്പെടുന്നതായ വ്യക്തികൾ പോലും നിങ്ങളെ പ്രശംസിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. യാത്ര ചെയ്യാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാം. സാമ്പത്തിക പരാധീനതകളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഗൃഹദോഷങ്ങൾ നിങ്ങളിൽ നിന്നും അകലും. രോഗദുരിതങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇപ്പോൾ മനസ്സിലുള്ള പല പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
അതിനാൽ ഇപ്പോൾ വിഷമിക്കുന്നതായ ഏത് കാര്യത്തിനും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏത് കാര്യത്തിനും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തീർച്ചയായും ഇപ്പോൾ തിരിച്ചടികൾ നേരിട്ടാലും അത് താൽക്കാലികമാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, ജോലിയിൽ ഉയരുവാനുള്ള സാധ്യതകൾ, കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ നെഗറ്റീവായ ചിന്തകളെ നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ജീവിത വിജയങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ജോലി, സമ്പത്ത് എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉയർച്ചയുള്ള കാലം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. വിദ്യയിൽ ഉയർച്ച നേടുവാനും കൂടാതെ വിവാഹം കാര്യങ്ങൾ അനുകൂലമാകുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അനുകൂലമായ യാത്രകൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അനുകൂലമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ, അതായത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് യാത്ര പോകുവാനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈശ്വരാധീനം, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. മാനസികപരമായ വിഷമതകൾ, കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. രോഗദുരിതങ്ങൾ ഒഴിയുകയും നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മാനസിക ആരോഗ്യവും മാനസിക സന്തോഷവും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. സമാധാനം ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ കുറയില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൃത്യസമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള, നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദ്യയുമായി ബന്ധപ്പെട്ടും ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പഠനത്തിൽ മുന്നേറുവാനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകാം. കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ രംഗത്ത് അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ ഉയർച്ച, പുരോഗതി എന്നിവ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആത്മാർത്ഥമായി ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പ്രാർത്ഥന കേൾക്കുന്നതായ അവസരങ്ങൾ, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും നടന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് അനിവാര്യവുമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെ വേഗം നടന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, സഹായങ്ങൾ, പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. സൽപ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാനും ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരും.
ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.